വിമാനത്തിൽ പക്ഷികൾ ഇടിച്ചുണ്ടായ സംഭവങ്ങൾ പതിവല്ലെങ്കിലും വ്യോമയാന മേഖലയിലെ ഒരു സ്ഥിരം ഭീഷണിയാണിത്. പക്ഷികളും വിമാനങ്ങളും തമ്മിലുള്ള ആകാശമധ്യേ നടക്കുന്ന കൂട്ടിയിടികൾ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഈ പക്ഷിയിടികൾ വിമാനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തും. പ്രത്യേകിച്ച് ജെറ്റ് എഞ്ചിനുകൾ പരമാവധി ശക്തിയിൽ പ്രവർത്തിക്കുമ്പോഴും വിമാനങ്ങൾ താഴ്ന്ന നിലയിൽ പറക്കുമ്പോഴും. ഒരു പക്ഷിക്ക് പോലും ഒരു എഞ്ചിൻ തകരാറിലാക്കാൻ കഴിയും. കഴുകന്മാർ പോലുള്ള വലിയ പക്ഷികൾക്ക് അതിലും വലിയ അപകട സാധ്യത സൃഷ്ടിക്കാൻ സാധിക്കും. മേഖലയിലെ വിദഗ്ധർ ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നു. സാങ്കേതിക പുരോഗതി ഉണ്ടായിരുന്നിട്ടും പക്ഷികളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനായി വ്യോമയാന വ്യവസായം നിരവധി മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദശകങ്ങളിൽ കോടിക്കണക്കിന് നഷ്ടങ്ങൾക്കും നൂറുകണക്കിന് മരണങ്ങൾക്കും കാരണമായ ഒരു അപകടമാണിത്. നിസ്സാരമെന്ന് തോന്നുന്ന പക്ഷി വിമാനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ അപകടം വരുത്തിവെക്കുന്നത്? വിമാനങ്ങൾ താഴ്ന്ന ഉയരത്തിൽ പറന്നുയരുമ്പോഴും ലാൻഡിംഗ് നടത്തുമ്പോഴുമാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രകാരം 92% പക്ഷിയിടികളും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും ബാക്കിയുള്ള 8% വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള നാശങ്ങളാണ് വരുത്തിവെക്കുന്നത്. പ്രത്യേകിച്ച് പക്ഷികളെ ജെറ്റ് എഞ്ചിനുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പക്ഷി എഞ്ചിന്റെ കംപ്രസർ ബ്ലേഡുകൾ തകർക്കും. കാരണം ഈ എഞ്ചിനുകൾ അതിലോലമായതും പെട്ടെന്നുള്ള ആഘാതങ്ങൾക്ക് വളരെ സെൻസിറ്റീവ് ആയതുമാണ്. ഒരു ബ്ലേഡ് പൊട്ടിയാൽ എഞ്ചിനുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. ഉദാഹരണത്തിന് 5 കിലോഗ്രാം ഭാരമുള്ള ഒരു പക്ഷി മണിക്കൂറിൽ 150 മൈൽ വേഗത്തിൽ പറക്കുന്ന വിമാനത്തിൽ കൂട്ടിയിടിച്ചാൽ തൽഫലമായി 10 അടി ഉയരത്തിൽ നിന്ന് 1000 പൗണ്ട് ഭാരം താഴേക്ക് വീഴുന്നതിന് തുല്യമാകും. എന്തിനു പറയുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു വലിയ പക്ഷിയുടെ തന്നെ ആവശ്യമില്ല. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു പക്ഷിക്ക് പോലും ഈ ദുരന്തത്തിന് കാരണമാകാം. പക്ഷികളെ അകറ്റി നിർത്താൻ വിമാനത്താവളങ്ങൾ പല ശ്രമങ്ങളും നടത്താറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.